اللهم صل على سيدنا محمد النبي الأمي الحبيب العال القدر العظيم الجاه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر. وقال نبينا وحبيبنا محمد صلى الله عليه وسلم أفضل أيام الدنيا أيام العشر. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, വളരെയേറെ പുണ്യമേറിയതും പ്രാധാന്യമർഹിക്കുന്നതുമായ ദിനരാത്രങ്ങളിലൂടെയാണ് ലോകം സഞ്ചരിക്കുന്നത്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്ത തിരുവചനം ഞാൻ സൂചിപ്പിച്ചു പോയി. അവിടെ നിന്ന് അരുൾ ചെയ്തത് ഇപ്രകാരമാണ്: അഫ്ളലു അയ്യാമി ദുനിയ, ഈ ഭൂലോകത്തുള്ള ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അയ്യാമുൽ അഷർ, 10 ദിവസങ്ങളാണ് എന്ന് നബിയുന റസൂലുള്ളാഹി. അള്ളാഹുവിൻ്റെ റസൂൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് 10 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയത് ദുൽഹജ്ജ് മാസത്തിന്റെ 1 മുതലുള്ള 10 ദിവസങ്ങളാണ് എന്നാണ് പ്രബലമായ മുഴുവൻ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. പരിശുദ്ധ ഖുർആൻ അതിന് അടിവരയിട്ടുകൊണ്ട് സത്യം ചെയ്തു പറഞ്ഞതും അത് തന്നെയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രബലരായ എല്ലാ മുഫസ്സിറുകളും പറയുന്നത് പ്രകാരം പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഭാഗങ്ങൾ അത് ഏറെ പ്രാധാന്യമുള്ള ഭാഗങ്ങളാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 89-ാമത്തെ അധ്യായം സൂറത്തുൽ ഫജ്ർ, അതിലെ 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ അള്ളാഹുവിന്റെ വചനം സത്യം ചെയ്തുകൊണ്ടുള്ളതാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر والفجر وليال عشر. പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാവുകളെയും തന്നെയാണ് സത്യം. വശഫഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടയുമായതിനെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യസ്ർ, നീങ്ങിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന രാത്രിയെ തന്നെയാണ് സത്യം. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ വൽ ഫജ്രി വലയാലിൻ അശ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. ഈ പ്രഭാതം എല്ലാ ദിവസത്തെയും പ്രഭാതമല്ല. പിന്നെ ഈ പ്രഭാതം പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന ബലി പെരുന്നാളിന്റെ ദിവസത്തിന്റെ പ്രഭാതമാണെന്ന് പ്രബലരായ മുഫസ്സിറുകളെല്ലാം പറഞ്ഞു കാണാം. വൽ ഫജ്രി, ആ ഈദുൽ അദ്ഹയുടെ ദിവസത്തിന്റെ പ്രഭാതത്തെ തന്നെയാണ് സത്യം. അതിന് മുന്നോടിയായി കടന്നു പോകുന്ന വലയാലിൻ അശ്ർ, 10 രാവുകളെയും തന്നെയാണ് സത്യം. 10 രാത്രികളെ തന്നെയാണ് സത്യം. പ്രധാനപ്പെട്ട എല്ലാ മുഫസ്സിറുകളും പറയുന്നത് ദുൽഹജ്ജിന്റെ 1 മുതലുള്ള 10 ദിവസങ്ങളിലെ രാവുകളെ കുറിച്ചാണ്. അതുപോലെ എല്ലാ ഇരട്ട വസ്തുക്കളെയും പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നു. ഈ പ്രകൃതിയിലെ സർവ്വചരാചരങ്ങൾ എടുത്താലും അതൊക്കെയും ഇണയായി സൃഷ്ടിക്കപ്പെട്ടതാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ലോകാവസാനം വരെ, ഇതുവരെയല്ല ലോകാവസാനം വരെ ഈ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ ഏതു ചരാചരത്തെ നോക്കിക്കൊണ്ടും ഈ ആയത്ത് ഓതപ്പെടുമ്പോ സുബ്ഹാനല്ലദീ, ആ റബ്ബിന്റെ പരിശുദ്ധി എത്രയോ ഉന്നതമാണ്, ഞാൻ വാഴ്ത്തുന്നു. അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാ വസ്തുക്കളെയും ഇണയും തുണയുമായി സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ്. ഖലഖൽ അസ്വാജ കുല്ലഹാ,
മിമ്മാ തുംബിത്തുൽ അർളു, ഈ ഭൂമി ഉൽപ്പാദിപ്പിച്ചതും അറിയാൻ കഴിയാത്തതുമായ ഒട്ടേറെ വസ്തുക്കളുണ്ട്. അതൊക്കെയും അല്ലാഹു റബ്ബുൽ ആലമീൻ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഇണകളും തുണകളുമായിട്ടുള്ള സർവചരാചരങ്ങളെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യസ്ർ, നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാത്രിയെ തന്നെയാണ് സത്യം. അല്ലാഹു റബ്ബുൽ ആലമീൻ അടിവരയിട്ടുകൊണ്ട് ചില പ്രത്യേക പ്രാധാന്യമുള്ള വിഷയങ്ങളെ സൂചിപ്പിക്കുമ്പോഴാണ് സത്യം ചെയ്തുകൊണ്ട് പറയാം. ആ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് പിന്നീട് പറയുന്ന വിഷയങ്ങൾ മുഫസ്സിറുകളും മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ, ഒരു വർഷത്തിലെ രാവും പകലും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കപ്പെടേണ്ട രാപ്പകലുകൾ, അത് ദുൽഹജ്ജിന്റെ 1 മുതലുള്ള 10 വരെയുള്ള ദിവസങ്ങളാണ്. അതിന്റെ പൂർത്തീകരണം 13ാമത്തെ ദിവസത്തോടെയാണ് അതിന്റെ പൂർത്തീകരണം ഉണ്ടാവുക. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ഈ പരിശുദ്ധ ഖുർആനിന്റെ സൂക്തം ഓതി കേൾപ്പിക്കുമ്പോ, രാത്രി എന്തിനാണ് പിടിച്ച് സത്യം ചെയ്യുക, പകലിനെ എന്തിനാ സത്യം ചെയ്യുക, പ്രകൃതി പ്രതിഭാസങ്ങളെ എന്തിനാ സത്യം ചെയ്യുക, ഈ പ്രകൃതിയിലെ പകലുകളുടെ മാറിമറിയലുകൾ വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ والفلك التي تجري في البحر بما ينفع الناس إن في خلق السماوات والأرض واختلاف الليل والنهار. അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. രാവ് മാത്രമായി മനുഷ്യലോകത്തിന്റെ സൃഷ്ടിലോകത്തിന്റെ ജീവിക്കൽ പ്രയാസമാണ്, പകല് മാത്രമായും ജീവിക്കൽ പ്രയാസമാണ്. യൂറോപ്പിലെ ചില രാജ്യങ്ങളെ കുറിച്ച് കേട്ടവരുണ്ട്. മാസങ്ങളോളം രാത്രി മാത്രമാണ്, മാസങ്ങളോളം പകല് മാത്രമാണ്. ചില പ്രദേശങ്ങളിൽ സൂര്യൻ അസ്തമിക്കാറേയില്ല എത്രയോ നാളുകൾ, 3 മാസം 3.5 മാസം പകലില്ലാതെ രാത്രി മാത്രമുള്ള നാട്. അതേപോലെ 3-4 മാസം പകല് മാത്രം രാവില്ലാത്ത നാട്. ഇങ്ങനെ പല രൂപത്തിൽ രായും പകലും മാറിമറിയാതെ ഒരേപോലെ ഒരേ കാലാവസ്ഥ നിലനിൽക്കുന്ന നാടുകൾ. അവരെങ്ങനെ നോമ്പ് പിടിക്കണം, ഇതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അവര് സമയബന്ധിതമായി സമയം കണക്കാക്കി നോമ്പനുഷ്ഠിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ രാവും പകലും ഇങ്ങനെ മാറി മാറി തരുന്നത് വലിയ ദൃഷ്ടാന്തമാണ്. മനുഷ്യന്റെ ജീവലോകത്തിന്റെ ജീവജാലങ്ങൾക്ക് ഈ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കുവാൻ വലിയ സഹായകമാവുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് 10 ദിവസങ്ങളാണ് ഇവിടെ പ്രധാനമായി പറയാ. 10 ദിവസങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. ഈ 10 ദിവസങ്ങളെ ഹബീബുനാ റസൂലുള്ളാഹി പറഞ്ഞു, ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ നിങ്ങൾ ഏറ്റവും അധികം ഇബാദത്ത് ചെയ്യട്ടെ. ലിയഷ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്. ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات. അറിയപ്പെടുന്ന ദിവസങ്ങളിൽ ലിയഷ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള നിഅമത്തുകളെ അവർ സാക്ഷിയാകുന്നതിന് വേണ്ടി, അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ട് അവർ സാക്ഷികളായി ബോധ്യപ്പെടുന്നതിന് വേണ്ടി, അല്ലാഹുവേ നീ എനിക്ക് തന്ന നിഅമത്തുകൾ എന്തെല്ലാമാണ് ബോധ്യപ്പെടുന്നതിന് വേണ്ടി, വയദ്കുറു ഇസ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമം ഓർമ്മിച്ച് അയവിറക്കുന്നതിന് വേണ്ടി, ഉരുവിടുന്നതിന് വേണ്ടി, ഫീ അയ്യാമിൻ മഅലൂമാത്, ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധേയമായ ആ ദിവസങ്ങളിൽ, അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, ചില അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞു. 4 കാല് മൃഗങ്ങളെ കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ. അക്കാലഘട്ടത്തിൽ അന്നത്തെ മനുഷ്യരോട് മൃഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിന്റെ ഭാഗം പറഞ്ഞാൽ അതാണ് അന്നത്തെ മേന്മയുടെ, ആ അധിക മേന്മയുടെയും സമ്പത്തിന്റെയും പ്രധാനപ്പെട്ട ഭാഗം. ഇന്ന് വലിയ വാഹനങ്ങളും വലിയ സൗകര്യങ്ങളെയും സൂചിപ്പിക്കുമ്പോൾ പല വസ്തുക്കളും മാനദണ്ഡമാക്കാറുണ്ടെങ്കിൽ, അന്നത്തെ കാലഘട്ടത്തിൽ മൃഗങ്ങളെ, 4 കാല് മൃഗങ്ങളെ, അതിന്റെ സമ്പത്ത്, അതുകൊണ്ടുള്ള വളർച്ച, അതുകൊണ്ടുള്ള ധന്യത, അതാണ് സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. ആ രൂപത്തിൽ അല്ലാഹു നിഅമത്ത് കൊടുത്ത ആ നിഅമത്തുകളെ സാക്ഷിയായിക്കൊണ്ട്, ആ നിഅമത്തിന്റെ പേരിൽ ഈ സൗഭാഗ്യം തന്ന അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നു, ശുക്ർ ചെയ്യുന്നു. അല്ലാഹുവിന്റെ നാമം ഓർക്കുവാൻ, സ്മരിക്കുവാൻ, പടച്ച റബ്ബിന്റെ തക്ബീറും തഹ്ലീലും തഹ്മീദും അധികരിപ്പിച്ചു കൊണ്ടിരിക്കുവാൻ. ഫകുലൂ മിൻഹാ
വഅത്ഇമുൽ ബാഇസൽ ഫഖീർ ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. അല്ലാഹുവിന്റെ കൽപ്പന, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. ഫകുലൂ മിൻഹാ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. അതുപോലെ ദരിദ്രരായ സാധുക്കളായ മനുഷ്യർക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക, എന്നിട്ട് സാധുക്കളായ മനുഷ്യർ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അരുൾ ചെയ്യുകയാണ്, പരിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മാമിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വണ്ണമുള്ള സ്വീകാര്യതയുള്ള ദിവസങ്ങളായി മറ്റൊന്നില്ല. വലാ അഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളെക്കാളും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന മറ്റു ദിവസങ്ങളുമില്ല. അൽ അയ്യാമുൽ അശ്റു, ഈ 10 ദിവസങ്ങൾ, ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദി, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീലും തക്ബീറും തഹ്മീദും അധികരിപ്പിച്ചു കൊള്ളുക. ദുൽഹജ്ജിന്റെ 1 കഴിഞ്ഞാൽ ദുൽഹജ്ജിന്റെ 10ാമത്തെ ദിവസം പൂർത്തിയായി അയ്യാമു തശ്രീഖ് അവസാനിക്കുവോളം നിങ്ങൾ തക്ബീറും തഹ്ലീലും തഹ്മീദും അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രത്യേകം സുന്നത്തെന്ന് പഠിപ്പിക്കപ്പെട്ടു. ഉലഹിയത്തിന്റെ മൃഗങ്ങളെ കണ്ടാൽ, അള്ളാഹു ആദരിച്ച ഷിആറുകളെ കണ്ടാൽ നിങ്ങൾ സന്തോഷത്തോടെ ഈ തക്ബീറും തഹ്ലീലും തഹ്മീദും അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എപ്പോഴും നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ദുൽഹജ്ജിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാവും പകലും അധികരിപ്പിച്ച് ചെയ്യേണ്ട ഇബാദത്തിൽ പ്രധാനമായിട്ട് റസൂൽ പഠിപ്പിച്ചത് ഇതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. മഹാരഥന്മാരായ ഉലമാക്കൾ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അയ്യുഹുമാ അഫ്ളലുൽ അശ്റുൽ അവാഖിറു മിൻ റമളാന അം അശ്രി ദിൽഹിജ്ജ, പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ദിവസമാണോ ശ്രേഷ്ഠമാർന്നത്, അതല്ല ദുൽഹജ്ജിന്റെ 1 മുതലുള്ള 10 ദിവസങ്ങളാണോ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയാർന്നത്? അതിന് മറുപടിയായി അവർ പറഞ്ഞത് അശ്റുൽ അവാഖിറു മിൻ റമളാന അഫ്ളലു മിൻ ജിഹത്തിൽ ലൈലി, രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാവുകളെ മാത്രം എണ്ണിയാൽ അതിലേറ്റവും ശ്രേഷ്ഠമായ രാവുകൾ അത് പരിശുദ്ധ റമളാന്റെ അവസാനത്തെ രാവാണ്. കാരണം അതിലാണ് ലൈലത്തുൽ ഖദ്ർ ഉള്ളത്, വിധി നിർണയത്തിന്റെ രാത്രി. പരിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ ദിവ്യവചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് ലൈലത്തുൽ ഖദ്റിലാണ്. ആ ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന രാത്രി 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. അതുകൊണ്ട് രാവുകളെ മാത്രം എണ്ണിയാൽ പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 രാവുകൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ലിഅന്ന ഫീഹാ ലൈലത്തുൽ ഖദ്ർ. ഇനി പകലുകൾ എണ്ണിയാൽ വൽ അശ്റുൽ അവ്വലു മിൻ ദിൽഹിജ്ജത്തി അഫ്ളലു മിൻ ജിഹത്തിൻ നഹാർ. പകലുകളെ മാത്രം എണ്ണമെടുത്താൽ, പകലുകളെ മാത്രം നോക്കിക്കൊണ്ട് വിലയിരുത്തിയാൽ അതിലേറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള പകലുകളാണ്. ലിഅന്ന ഫീഹാ യൗമ അറഫ. എന്തേ അതിന്റെ പ്രാധാന്യത്തിന്റെ കാരണം? ആ പകലുകളിൽ ഒന്നിലാണ് അറഫയുടെ സംഗമമുള്ളത്. വഫീഹാ യൗമുൻ നഹർ. ആ പകലുകളിൽ ഒന്നിലാണ് നഹർ നടക്കുക, ബലിയെറുക്കപ്പെടുന്നത്. വഹുമാ അഫ്ളലു അയ്യാമുദ് ദുനിയാ. ഈ പെരുന്നാളിന്റെ ദിവസം, അതേപോലെ വറവിന്റെ ദിവസം, അതേപോലെ അറഫയുടെ ദിവസം, ഈ ദിവസങ്ങളാണ് ദുനിയാവിലെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകളെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനത്തിന് മുൻനിർത്തിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഹദാഹുൽ മുതഅമ്മിദു അലൽ മുഹഖ്ഖിഖീൻ. ഇതാണ് മഹാരഥന്മാരായ ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചു തന്നത്. ഫഅശ്റു ദിൽഹിജ്ജത്തി അഫ്ളലു മിൻ ജിഹത്തിൻ നഹാർ. പകൽ വെച്ച് നോക്കുമ്പോ ഏറ്റവും ശ്രേഷ്ഠമായ പകല് അശ്റു ദിൽഹിജ്ജയാണ്. എന്തേ കാരണം? മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഈ 10 ദിവസങ്ങൾക്കാണ് പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസമെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയോ? ഒരു മുസ്ലിമിനോട് പഠിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ആരാധനകളിൽ എല്ലാ ആരാധനകളും ഒരുമിച്ച് കൂടുന്ന, ഒരുമിച്ച് ഒരുപോലെ സംഗമിക്കുന്ന പകലുകൾ, ദിവസങ്ങൾ ഈ ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ്.
ആ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമുണ്ട്, നമസ്കാരമുണ്ട്, നോമ്പ് പിടിക്കലുണ്ട്, സ്വതക്ക ചെയ്യലുണ്ട്, ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട അറഫയുടെ സംഗമം നടക്കുന്നു. ആ ദിവസത്തിൽ വലിയ ദാനം നൽകപ്പെടുന്നു, ഉദ്ഹിയ നൽകപ്പെടുന്നു, നോമ്പ് അനുഷ്ഠിക്കപ്പെടുന്നു. ഇങ്ങനെ ഏറ്റവും പ്രാധാന്യം നൽകപ്പെട്ട മുഴുവൻ ഇബാദത്തുകളും ഏകദേശ ആരാധനകളും ഒരുമിച്ച് ചെയ്യപ്പെടുന്ന, അതും ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികൾ ഒരുമിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണിൽ ഒരുമിച്ച് കൂടി ഏറ്റവും ശ്രേഷ്ഠമായ സന്ദർഭങ്ങളിലായി ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങളിലായി ഇതുപോലെ ഇബാദത്ത് ചെയ്യുന്ന മറ്റൊരു സന്ദർഭവും ഒരു വർഷത്തിലില്ല. അതുകൊണ്ടാണ് ഈ പകലുകൾ, ഈ ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് മഹാരഥന്മാരായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാർന്ന ഇബാദത്തുകളിൽ ഹജ്ജിന്റെ പരിശുദ്ധ മക്കത്തെത്താൻ കഴിയാതെ പോയ വിശ്വാസികൾക്കും ഇതിനോട് പങ്കാളികളാകാൻ കഴിയും. ഹജ്ജിന്റെ അമലുകൾ ഒഴികെ, ഹജ്ജിന്റെ അമലുകൾ പ്രധാനപ്പെട്ട അറഫയുടെ സംഗമം ഒഴികെ, അതുപോലെ 1-2 ഇബാദത്തുകൾ ഒഴികെ ബാക്കി കർമ്മങ്ങൾ ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾക്കും പങ്കാളികളാകാൻ കഴിയും. അതിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അരുൾ ചെയ്തു, നിങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ നോമ്പിന് പ്രാധാന്യം കൊടുക്കുക, നോമ്പ് അനുഷ്ഠിക്കുക. ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ സിയാമു യൗമി അറഫ, അറഫയുടെ 9ാമത്തെ ദിവസത്തെ അറഫയുടെ ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അറഫയുടെ ദിവസത്തിന്റെ നോമ്പ് അനുഷ്ഠിക്കും. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അരുൾ ചെയ്ത തിരുവചനങ്ങൾ കാണാം. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് മാമിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹി അൻ യുതഅബ്ബദ ഫീഹാ മിൻ അശരി ദിൽഹിജ്ജ, ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ ചെയ്യപ്പെടുന്ന ഇബാദത്തുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. യഅദിലു സിയാമ കുല്ലി യൗമിൻ മിൻഹാ ബിസിയാമി സന, അതിലെ ഓരോ ദിവസത്തെ നോമ്പ്, അതിലെ ഓരോ ദിവസത്തെ നോമ്പ് ഒരു വർഷം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചതിന് തുല്യമായ പ്രതിഫലം ലഭിക്കുന്നു. വഖിയാമ കുല്ലി ലൈലത്തിൻ മിൻഹാ ബിഖിയാമി ലൈലത്തുൽ ഖദ്രി, ഈ ദുൽഹജ്ജ് മാസത്തിന്റെ രാവുകളിൽ ഒരാൾ നിന്ന് നമസ്കരിച്ചാൽ, ഇബാദത്തിൽ വ്യാപൃതനായാൽ, ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ നമസ്കാരം പോലെ ഇബാദത്ത് പോലെ പുണ്യമുള്ളതാണ് നബിയുനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ പ്രിയതമയായ ഹഫ്സ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ് കാണാം. അർബഉൻ ലം യകുനി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യത്റുകുഹുന്ന, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. 4 കാര്യങ്ങൾ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ടേ ഇല്ല. ഒന്നാമത്തേത് സിയാമു യൗമി അശൂറ, ആശുറ ദിവസത്തിന്റെ നോമ്പിനെ, മുഹറം 10ന്റെ നോമ്പ്, ആ നോമ്പിനെ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ മുടക്കിയിട്ടില്ല. വൽ അശ്റൂ, പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസത്തെ നോമ്പ്. വസലാസതി അയ്യാമിൻ മിൻ കുല്ലി ശഹർ, എല്ലാ മാസത്തിന്റെയും ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള എല്ലാ മാസത്തിന്റെയും അയ്യാമുൽ ബീദിന്റെ 13, 14, 15 ദിവസത്തെ 3 നോമ്പുകൾ. ഇതിന് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. വറകഅതൈനി ഖബിലൽ ഗദാ, പ്രഭാത നമസ്കാരത്തിന്റെ മുമ്പ്, സുബഹിന്റെ നമസ്കാരത്തിന്റെ മുമ്പുള്ള 2 റകഅത്ത് സുന്നത്ത് നമസ്കാരം, ഈ 4 കാര്യങ്ങളെയും അവിടെ നിന്ന് ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും താല്പര്യത്തോടുകൂടി ചെയ്തിരുന്നത്, അതുപോലെ തന്റെ ജനതയെ, തന്റെ ഉമ്മത്തിനെ ബോധവൽക്കരിച്ചിരുന്നത്, ഒരു ദിവസം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞത് ഈ 10 ദിവസങ്ങളിലാണെങ്കിൽ എന്തേ ഇതിന് കാരണം? ഇത്രമാത്രം പ്രാധാന്യം നൽകപ്പെടാനുള്ള കാരണം എന്താ? മാനവ കുലത്തിന്റെ, മനുഷ്യ ചരിത്രത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ഈ അറഫയിൽ നിന്നുമാണ്. ആ ചരിത്രത്തിലെ വലിയൊരു ദശാസന്ധിയുടെ പരിസമാപ്തി കുറിക്കപ്പെടുന്നതും ഈ അറഫയുമായി ബന്ധപ്പെട്ടതാണ്. പുണ്യമായ മക്കയും ഹറമും ചേർന്ന് നിൽക്കുന്നതാണ്. ആ പരിശുദ്ധമായ മണ്ണിലാണ് പരിശുദ്ധ ഖുർആനിന്റെ പരിസമാപ്തി കുറിക്കപ്പെടുക. ആ അറഫ ഉൾക്കൊള്ളുന്ന പുണ്യമായ മക്കത്തേക്കാണ് പരിശുദ്ധ ദീനിന്റെ അവസാന കാലഘട്ടം, ദീന് അവസാനമായി തിരിച്ചു ചെല്ലുക. എല്ലാ രൂപത്തിലും പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര ഭാഗങ്ങൾ ഒരുമിക്കുന്നു മക്കാ മുക്കറമയിൽ.
9ാമത്തെ ദിവസം യൗമേ അറഫ. യൗമേ അറഫ ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാര്, ഹജ്ജുമ്മമാർ നമ്മുടെ വീടുകളെ, കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മക്കത്തെത്തി. അവരെല്ലാവരും ഉംറയിലാണ്. അടുത്ത ദിവസങ്ങളിലായി ദുൽഹജ്ജ് 8 എന്ന പ്രഭാതത്തോടെ കുളിച്ചു ശുദ്ധിയായി ഇഹ്റാം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ മിനയുടെ താഴ്വരയിലേക്ക് നടന്നു നീങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഭാഗ്യം തന്നവരുടെ ഹജ്ജുകളെല്ലാം സ്വീകരിക്കട്ടെ. ഇതേവരെ തൗഫീക്ക് കിട്ടാതെ പോയ ആരെല്ലാം ഉണ്ടോ വരും വർഷത്തിൽ തന്നെ അവർക്കെല്ലാവർക്കും, നമുക്കെല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യത്തോടെ മഖ്ബൂലും മർളിയുമായ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. മരണത്തിന്റെ മുമ്പ് നിരവധി തവണ പുണ്യമായ മണ്ണിലെത്തി പുണ്യകർമ്മം നിർവഹിക്കാൻ അല്ലാഹു അവസരം തരട്ടെ. വലിയ ഭാഗ്യം വേണം, തൗഫീക്ക് വേണം. സമ്പത്തുള്ളത് കൊണ്ട് കിട്ടൂല, ആരോഗ്യമുള്ളത് കൊണ്ട് കിട്ടൂല. തയ്യാറെടുപ്പ് വേണം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം വേണം, നാളുകൾ കാലങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന വേണം. ഞാൻ ഒരുപാട് ആവർത്തി ഇത് പറഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ ആളുകളാണ് മക്കത്ത് കഴിയാൻ അല്ലാഹു അവസരം കൊടുത്തു, എന്നിട്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം കിട്ടാതെ പോയവരുണ്ട്. മക്കയിൽ കഴിഞ്ഞിട്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിയാതെ പോയ മനുഷ്യരുണ്ട്. അവിടെ എത്താൻ കഴിയണമെന്നില്ല. പ്രത്യേകം ആഗ്രഹം വെക്കുന്നവർക്കാണുള്ളത്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജ് കർമ്മത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി യാത്രാ സംഘത്തിനോടൊപ്പം പുറപ്പെട്ടു. പുണ്യമായ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അമല് തുടങ്ങുന്ന ദുൽഹജ്ജിന്റെ 8ാമത്തെ ദിവസത്തിന്റെ പ്രഭാതത്തിലാകുമ്പോൾ നെഞ്ചിന്റെ ബുദ്ധിമുട്ട് വേദനിക്കുന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ സീരിയസ് ആണ്. ഹജ്ജ് തുടങ്ങാൻ സമയമായി, ഇനി ഒരു അവസരമില്ല. ഈ ദിവസത്തിന്റെ ലോറോടുകൂടി തുടങ്ങിയിരിക്കണം. ഇന്ന് തുടങ്ങിയില്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം നഷ്ടപ്പെട്ടു പോകും. എന്താ ചെയ്യുക? കൂടെ അതേവരെ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ സഞ്ചരിച്ച ഭാര്യ പ്രിയതമ ആകെ വിഷമത്തിലായി. ഭർത്താവിനെ കുറിച്ച് പറയപ്പെട്ടു, സങ്കീർണമാണ്, പ്രതിസന്ധിയാണ്, വലിയ ചികിത്സയ്ക്ക് വിധേയമാക്കപ്പെടണം. നിങ്ങൾ നോക്കി നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് പോയിക്കോ, ഹജ്ജിന് വേണ്ടി പോയിക്കോ. വിഷമത്തോടെ കണ്ണീരോടെ ഭാര്യ പോയി. ഹജ്ജിന്റെ കർമ്മത്തിന്റെ ഓരോ ചുവട്ടടികളും മിനയിലും മുസ്തലിഫയിലും അറഫയിലും മിനയിലുമെല്ലാം കണ്ണീരോടെ തന്നോടൊപ്പം യാത്ര ചെയ്തു വന്ന, ദുൽഹജ്ജിന്റെ 8ാമത്തെ ദിവസത്തിന്റെ പ്രഭാതം വരെ ഹജ്ജിന് തന്നോടൊപ്പം ഉണ്ടായിരുന്ന തന്റെ പ്രിയതമനില്ലാതെ ഹജ്ജിന്റെ ഓരോ വേളകൾ കടന്നു പോകുമ്പോ അവര് വല്ലാതെ വേദനിച്ചു പോയി. ദിവസങ്ങൾ കഴിഞ്ഞു. ഓരോ ദിവസം കഴിയുമ്പോഴും ഇന്നത്തെ അമലിനെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവൻ കൂടെയുണ്ടാകും. ഒന്നിനും ഉണ്ടായില്ല. 13ാമത്തെ ദിവസം, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ അവസാനിച്ചു. 13ാമത്തെ ദിവസത്തെ ജംറയിലേറിയലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് റൂമിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോൾ വിളി വരുന്നു, രോഗം മാറിയിട്ടുണ്ട്, ഡിസ്ചാർജ് ചെയ്യാൻ സമയമായി. മഅദല്ലാഹ്. എത്ര വലിയ ഭാഗ്യദോഷമാണ്! ഇതിനേക്കാൾ വലിയ നിരാശ ആർക്കാണ് ഉണ്ടാവുക? തിരുവനന്തപുരത്തു നിന്നും യാത്ര ചെയ്തു പോയവരായിരുന്നു. അവസാനം അന്വേഷിച്ചു വരുമ്പോഴാ മനസ്സിലാവുക, പടച്ച റബ്ബേ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് യാത്ര പോയതാണ് ജനങ്ങൾക്ക് മുമ്പിലുള്ളത്. രണ്ടുപേരും ഒരുമിച്ച് യാത്ര പുറപ്പെട്ടു, രണ്ടുപേരും ഒരുമിച്ച് യാത്ര പറഞ്ഞു, ഒരുമിച്ച് മക്കത്തെത്തി, ഒരുമിച്ച് ഉംറ ചെയ്തു, ഒരുമിച്ച് ഹജ്ജിന്റെ തുടങ്ങുന്ന ദിവസം വരെയും എത്തി. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ദിവസം നഷ്ടപ്പെട്ടു പോയി. എന്തായിരുന്നു കാരണം? ആ മനുഷ്യന്റെ ആദ്യത്തെ ഭാഗം പിഴച്ചുപോയി. സുബ്ഹാനല്ലാഹ്. ഭാര്യയ്ക്ക് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. 8-10 വർഷമായിട്ട് കിട്ടുന്ന ചില്ലിക്കാശ് അവർ കൂട്ടി വെക്കും. പാട്ടയിൽ അവർ ശേഖരിച്ചു വെച്ചിരുന്നു. എനിക്ക് ഹജ്ജിന് പോകണം, ഹജ്ജിന് പോകണം, ഹജ്ജിന് പോകണമെന്ന് അതിയായ ആഗ്രഹത്തിൽ അവർ ശേഖരിച്ചു വെച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഭർത്താവിന് അത്തരത്തിലുള്ള താല്പര്യമൊന്നുമില്ല. അള്ളാഹു വലിയ നിഅമത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, സമ്പാദ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സർക്കാർ സർവീസിൽ നിന്ന് വലിയ പെൻഷൻ വാങ്ങിക്കൊണ്ട് റിട്ടയർഡായ പെൻഷനായ മനുഷ്യനാണ്. ആ പെൻഷന്റെ പണം കയ്യിൽ വന്നിട്ടും പല ആവശ്യങ്ങൾ, ദുനിയാവിന്റെ ആവശ്യങ്ങൾ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, അടുത്ത വർഷം പോകാം, ഇത് കഴിഞ്ഞിട്ട് പോകാം, ഇത് കഴിഞ്ഞിട്ട് പോകാം. പിന്നെയും 5 കൊല്ലം കഴിഞ്ഞ് പെൻഷന്റെ പണം ഉൾപ്പെടെ വലിയ തുക കയ്യിലുണ്ടായിട്ടും ഹജ്ജിന്റെ വിഷയത്തിൽ പ്രാധാന്യം കൊടുക്കാതെ പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് അവസാനം നിങ്ങൾ വരുന്നില്ലെങ്കിൽ ഞാനിതാ പോവുകയാ, നിങ്ങളോടൊപ്പം പോകാൻ വേണ്ടിയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഞാൻ ഈ കരുതൽ ശേഖരം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനുള്ള സൗകര്യം എല്ലാം തന്നിട്ട് നിങ്ങൾ തയ്യാറായില്ലല്ലോ, ഞാനിതാ പോവുകയാ. അങ്ങനെ ഒരൊറ്റയ്ക്ക് യാത്ര പറഞ്ഞു തുടങ്ങി. കുടുംബത്തിൽ ഏറ്റവും ബന്ധുക്കൾ പറഞ്ഞു, എന്നാൽ ഉമ്മാക്ക് സഹായിയായി ഏറ്റവും അർഹതയുള്ള ആൾ നിങ്ങളാണല്ലോ പോകേണ്ടത്, എന്തേ നിങ്ങൾ മാറി നിൽക്കുന്നു? അങ്ങനെ പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട്, പലരുടെയും സമ്മർദ്ദത്തിന് വിധേയമായിക്കൊണ്ട് അവസാനം അദ്ദേഹവും തയ്യാറായി. അതായിരുന്നു കാര്യം.
പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി തയ്യാറായി. പിന്നെ അവസാന ദിവസം വരുമ്പോൾ ഒരു ആവേശം ഉണ്ടാവുമല്ലോ. ആദ്യമൊന്നും തയ്യാറെടുപ്പൊന്നുമില്ല. അവസാന ദിവസമായി, യാത്രയുടെ ദിവസം എടുത്തപ്പോ പിന്നെ യഥാർത്ഥ ഒരു ഹാജിയുടെ ഒരു പൊലിപ്പും തൊങ്ങലും ഒക്കെ കാണിച്ച് അങ്ങനെ യാത്രയും പറഞ്ഞു പോയ ആളാ. പടച്ചോൻ ആ തൗഫീഖ് കൊടുത്തില്ല. എന്താ നഷ്ടപ്പെട്ടു പോയത്? പണമുണ്ടായി, യാത്രാ സൗകര്യം ഉണ്ടായി, ആരോഗ്യം ഉണ്ടായി, സൗകര്യങ്ങളെല്ലാം ഒരുക്കപ്പെട്ടു, എല്ലാം കിട്ടി, അവിടെ ചെന്നെത്താനും കിട്ടി, ഹജ്ജ് മാത്രം ചെയ്യാൻ പറ്റിയില്ല. എന്തായിരുന്നു നഷ്ടം? ആഗ്രഹമില്ലാതെ പോയി, താല്പര്യമില്ല, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമില്ലാതെ പോയി. ആഗ്രഹവും പരിശ്രമവുമുള്ള മനുഷ്യർക്ക് ഇതൊന്നുമില്ലാതെ അതിനുള്ള തൗഫീഖ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ തൗഫീഖ് കൊടുക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനോട് കൽപ്പിക്കപ്പെട്ട മുഴുവൻ ഇബാദത്തുകളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഞ്ചസ്തംഭങ്ങളിലാണ്. നല്ലൊരു ശതമാനം ആളുകൾക്കും അതിലെ 4 തൂണേ നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. 5ാമതൊരു തൂണ് ബാക്കിയുണ്ട്. അല്ലാഹ് തൗഫീഖ് കൊടുത്തിട്ട് അത് പൂർത്തീകരിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. പിന്നെ ആകട്ടെ എന്ന് ഉറച്ച് മനസ്സിലാക്കി കഴിയുന്ന ആളുകൾ, എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ ഇനിയും ഒരുപാട് കാലം ജീവിക്കും എന്നൊക്കെ ഉറച്ച് വിശ്വസിച്ച് അങ്ങനെ പോകും. നിന്ന നിപ്പിൽ വീണുപോവുക. ഏറ്റവും വലിയ നഷ്ടമാണ് ആ മനുഷ്യനുണ്ടാവുക. 5 തൂണും പൂർത്തീകരിക്കപ്പെട്ട മനുഷ്യനോളം ദീൻ പൂർത്തിയായി. ഏകദേശം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയുന്ന ആരൊക്കെയാണ്? ചില ശക്തിമത്തായ സുന്നത്തുകൾ, ചില പ്രധാനപ്പെട്ട അമലുകൾ, അതിന് അവസരം ലഭിച്ചിട്ടും അത് ചെയ്യാതെ പോകുന്ന മനുഷ്യൻ, അവനെക്കാളും വലിയ ഭാഗ്യദോഷി മറ്റൊരാളുമില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് നൽകിയ പ്രാധാന്യം, ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടി ആഗ്രഹിച്ച മനുഷ്യരെല്ലാവരും അവിടെ ഒഴുകി എത്തുകയാണ്, എത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു തൗഫീഖ് തരട്ടെ, അതിനുള്ള മനസ്സ് തരട്ടെ, അതിനുള്ള പരിശ്രമത്തിനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. കാരുണ്യവാനായ റബ്ബിന്റെ എല്ലാം മഹലും ഫضലും അള്ളാഹു നമുക്കതിനു വേണ്ടി തരുമാറാകട്ടെ. ആമീൻ. എപ്പോഴുമുള്ള എല്ലാ ദുആകളിലും നമ്മൾ സ്വന്തമായി മറ്റുള്ളവരോട് വസിയത്ത് ചെയ്യുമ്പോഴൊക്കെ ഈ ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജ് ചെയ്ത് കാണിച്ചു. ഇതിലേക്ക് ജനങ്ങളെ വിളിക്കാൻ പറഞ്ഞു. ദുൽഹജ്ജിന്റെ 8ന്റെ ദിവസത്തിന്റെ പ്രഭാതത്തോടെ ജനങ്ങൾ മുഴുവനും ഒഴുകുകയാണ് മിനയിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ അടുത്ത ദിവസത്തിന്റെ പ്രഭാതം ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള, ചരിത്രമുറങ്ങുന്ന അറഫയുടെ മൈതാനിയിലേക്ക് വിശ്വാസ ലക്ഷങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്, ഒരുമിച്ച് ചേരുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ഒന്നുവിടാതെ നോമ്പെടുത്തിരുന്നു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളും അള്ളാഹുവിന്റെ റസൂൽ നോമ്പെടുത്തിരുന്നു. ആദ്യത്തെ ദിവസങ്ങൾ അത്രയും. 10ാമത്തെ ദിവസം അറഫയിലേക്ക് ഒരുമിച്ച് കൂടുകയാണ്. തിരിച്ചറിഞ്ഞ ചരിത്രം വീണ്ടും ഓർമ്മിക്കപ്പെടുന്ന, ചരിത്രം മൈവിറക്കപ്പെടുന്ന ആ തിരിച്ചറിവിന്റെ സ്മാരകമാകുന്ന അറഫയുടെ മൈതാനം. 25 ലക്ഷത്തോളം മനുഷ്യർക്ക് ഒരുമിച്ച് സംഗമിക്കാൻ കഴിയുന്ന മനോഹരമായ താഴ്വര. ആ താഴ്വരയാണ് ചരിത്രത്തിന്റെ തുടക്കം, മാനവകുലത്തിന്റെ തുടക്കം. സ്വർഗലോകത്തുനിന്ന് ഭൂമിയിലേക്ക് എത്തപ്പെട്ട ആദ്യ പിതാവായ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും ഒരുമിച്ച് കണ്ടുമുട്ടിയ ഇടം. ആ കണ്ടുമുട്ടിയ ഇടത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ സ്ഥലത്തിന് നാമകരണം ചെയ്യപ്പെട്ടു അറഫ. ആ അറഫയിൽ ആദമിന്റെ സന്തതികൾ മുഴുവനും പരസ്പരം കണ്ട് തിരിച്ചറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. അറബിയും അനർബിയും, കറുത്തവനും വെളുത്തവനും, എല്ലാ വിഭാഗം മനുഷ്യരും, ഭൂലോകത്ത് എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെ നിന്നെല്ലാം പ്രതിനിധികളെത്തുകയാണ്. എല്ലാ നാട്ടിൽ നിന്നും പ്രതിനിധികളെത്തുകയാണ്. ലോകത്തെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും പ്രതിനിധികളെത്തുന്ന, മനുഷ്യരുള്ള മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും മനുഷ്യരെത്തുന്ന മതപരമായ ഒരു സംഗമം ലോകത്തിലുണ്ട് എങ്കിൽ അത് ഹജ്ജ് മാത്രമാണ് എന്ന് ലോകോത്തര സത്യമായി ലോകം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കും. പ്രബലരായ എല്ലാ മതവിഭാഗങ്ങൾക്കും ആഗോള സംഗമങ്ങളുണ്ട്. എന്നാൽ ആ സംഗമങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഫറളല്ല. കുംഭമേള അവർക്ക് ഫറളല്ല. കുരിശുമലയിലെത്തൽ ഫറളല്ല. ഷിയായിസത്തിന്റെ 40 അതെല്ലാവർക്കും ഫറളല്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ഫറളാണ്. മുസ്ലിമായ എവിടെയൊക്കെ ഏതൊക്കെ നാടുകളിൽ മുസ്ലിമീങ്ങളുണ്ടോ കഴിവുള്ളവൻ നിർബന്ധമായിട്ടും പോയിരിക്കണം. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുള്ള മുഴുവൻ നാടുകളിൽ നിന്നും അവരുടെ പ്രതിനിധികൾ മക്കത്തേക്ക് ഒഴുകിയെത്തും. ലോകത്തിന്റെ എവിടെയെല്ലാം മുസ്ലിങ്ങളുണ്ടോ അവരെല്ലാവരും പരസ്പരം കാണാനും പരിചയപ്പെടാനും അടുക്കാനും അറിയാനും നൽകപ്പെടുന്ന അവസരം. അതാണ് അറഫ, തിരിച്ചറിയാനുള്ള ആ പുണ്യമായ ദിവസം. ആ ദിവസത്തിന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, വെയിലായാലും മഴയായാലും ചൂടായാലും തണുപ്പായാലും പ്രകൃതിയുടെ ഒരു മാറ്റവും വകവെക്കാതെ സർവ്വതും സഹിച്ചുകൊണ്ട് ആ മൈതാനിയിൽ
പടച്ചറബിന്റെ മഗ്ഫിറത്തിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പാൽക്കടൽ തീർക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന നമ്മുടെ ഹാജിമാർ ഹജ്ജുമ്മമാർ അവരോടൊപ്പം ചെന്നു ചേരാൻ അടുത്ത വർഷമെങ്കിലും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആ ദിവസം അവരെല്ലാവരും പടച്ചവന്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുമ്പോ ആ ദിവസത്തിൽ അവിടെ എത്താൻ കഴിയാതെ പോയവർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കഴിയുന്ന വിശ്വാസികൾ, അവരോടെല്ലാവരോടും ആ ദിവസം നിങ്ങൾ വിട്ടുപോകരുത്, നിങ്ങൾ നോമ്പനുഷ്ഠിക്ക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു. ആ ദിവസത്തെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും കൂടി പൊറുക്കപ്പെട്ട് കിട്ടുകയാണ്. അറഫയുടെ നോമ്പ് ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പെരുന്നാൾ 28-ാം തീയതിയാണ്, വ്യാഴാഴ്ച. അപ്പൊ നമ്മുടെ അറഫ വരുന്നത് ദുൽഹജ്ജ് 9 ദിവസത്തിലാണ്. അറഫ ദുൽഹജ്ജ് 9 ദിവസത്തിലാണ് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞത്. ആ ദിവസത്തിന്റെ നോമ്പിന് അറഫയുടെ നോമ്പ് എന്ന് പേര് വെക്കപ്പെട്ടു. ആ ദിവസത്തിന്റെ നോമ്പിന് ഹാജിമാരുമായിട്ട് ബന്ധമുണ്ട്, ഉമ്മത്തിന്റെ പുരാതനമായ ചരിത്രവുമായിട്ട് അതിന് ബന്ധമുണ്ട്. ചില ആളുകൾക്ക് ഈ നോമ്പിന്റെ കാര്യത്തിൽ സംശയം വരാറുണ്ട്. അറഫയുടെ നോമ്പ് അറഫയുടെ സംഗമം നടക്കുന്ന ദിവസത്തിലല്ലേ എന്ന് പലർക്കും സംശയം വരാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോമ്പനുഷ്ഠിക്കേണ്ടി വരുന്നത് ബുധനാഴ്ച ദിവസമാണ്. നമ്മുടെ പെരുന്നാൾ 28-ാം തീയതിയാണ്. ആ ദിവസത്തിൽ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ആ ദിവസമല്ല അറഫയുടെ സംഗമം നടക്കുക. അറഫയുടെ സംഗമ ദിവസത്തിലല്ലേ നമ്മൾ നോമ്പനുഷ്ഠിക്കാന്ന് ചോദിച്ചാൽ അറഫയുടെ സംഗമ ദിവസം എന്നതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഈ ദിവസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസത്തിന് ഫുഖഹാക്കൾ ഓരോ ദിവസത്തിനും ഓരോ പേര് കൊടുത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസം ദുൽഹജ്ജ് 8, ഹജ്ജ് തുടങ്ങുന്ന ദിവസം. ആ ദിവസത്തിന് യൗമുത് തർവിയ, ക്ഷീണമകറ്റുന്ന ദിവസം. മക്കത്ത് നിന്നും ഉംറയെല്ലാം കഴിഞ്ഞ് അവരുടെ ടെന്റുകളിൽ നിന്നും മലമടക്കുകൾ, താഴ്വരകൾ താണ്ടിക്കിടന്ന് നടന്ന് തളർന്ന് മിനയുടെ താഴ്വരയിലേക്ക് ഒരുമിച്ചുകൂടി ഒന്ന് റെസ്റ്റ് എടുക്കുന്ന, അല്പം വിശ്രമത്തിലേക്ക് മാറുന്ന ദിവസമാണ്. അവിടെ നിന്ന് വെള്ളമെല്ലാം കുടിച്ച് സമാധാനിക്കുന്ന ദിവസമാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം, ആ ദിവസത്തിലാണ് ഹാജിമാരെല്ലാവരും 9-ാമത്തെ ദിവസം ദുൽഹജ്ജ് 8-ന്റെ യൗമുത് തർവിയ, ദുൽഹജ്ജ് 9-ന്റെ ദിവസത്തിന് യൗമെ അറഫ. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറഫ ദിവസം നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ദുൽഹജ്ജ് 9-ന്റെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുക. ദുൽഹജ്ജ് 9-ന്റെ ദിവസം നമ്മുടെ നാട്ടിൽ എന്നാണോ ആ ദിവസത്തിലായിരിക്കണം. നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അറഫയിൽ ഹാജിമാര് സംഗമിക്കുന്ന ദിവസത്തിൽ ആ സമയത്തിലാണ് നോമ്പനുഷ്ഠിക്കേണ്ടത് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ, അങ്ങനെ വിചാരിച്ചു പോയാൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് നോമ്പേ എടുക്കാൻ പറ്റൂല. കാരണം ആ സമയത്ത് രാത്രിയുള്ള എത്രയോ രാജ്യങ്ങളുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലെ കുറേയധികം രാജ്യങ്ങളിലും ആ സമയത്ത് രാത്രിയാണ്. അപ്പൊ അവർക്ക് ആ ദിവസം നോമ്പ് കിട്ടൂലല്ലോ. അങ്ങനെയല്ല, 2.5 മണിക്കൂർ ബാങ്കിലും എല്ലാത്തിലും സൂര്യാസ്തമയവും സൂര്യന്റെ ഉദയാസ്തമാനത്തിൽ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. നമ്മുടെ നാടും മക്കയും തമ്മിൽ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഇവിടെ ബാങ്ക് വിളിച്ചു നമ്മൾ ജുമായ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ സമയത്ത് അവിടെ ബാങ്കിന്റെ സമയമായിട്ടില്ല. ആദ്യത്തെ ബാങ്കിന്റെ സമയമായിട്ടുള്ള ആളുകൾ ജുമായ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് അവിടെ ബാങ്കിന്റെ സമയമാവും. നമ്മൾ നോമ്പ് മുറിക്കുമ്പോൾ അവിടെ നോമ്പ് മുറിക്കൂല, നമ്മൾ അത്താഴം തുടങ്ങുമ്പോൾ അവിടെ തുടങ്ങൂല. ഭൂമി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, രാപകലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സുമൂ ലിറുയതിഹി, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ മാസപ്പിറവി കാണുന്നതിനനുസരിച്ച് നിങ്ങൾ നോമ്പെടുത്തോളുക, അതനുസരിച്ച് നിങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് മുസ്ലിമിന്റെ ഓരോ ഇബാദത്തുകളും കണക്കാക്കപ്പെടേണ്ടത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധമായ ഈദുൽ അദ്ഹ ഒരു വർഷത്തിലെ 2 ആഘോഷങ്ങളാണ് വിശ്വാസികൾക്ക് നൽകപ്പെട്ടത്. അതിലെ 2 ആഘോഷങ്ങളും പൊതുസമൂഹത്തിലെ സാധാരണക്കാരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളതാണ്. പരിശുദ്ധ റമളാനിന്റെ പര്യവസാനത്തിൽ ഈദുൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് നൽകി സാധുക്കളെ കൂടി ആ ദിവസം സന്തോഷിപ്പിച്ചുകൊണ്ട്, ഈദുൽ അദ്ഹ ബലിയറുത്തുകൊണ്ട്, ആ ദിവസം ളുഹാഇന്റെ സമയത്ത് ബലിയറുത്തുകൊണ്ട് ആ ദിവസത്തിലെ സാധുക്കളായ മനുഷ്യരെല്ലാവരെയും സുഭിക്ഷമായി ഭക്ഷിപ്പിച്ചുകൊണ്ട് മാംസം വിതരണം ചെയ്തുകൊണ്ട് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ നമ്മുടെ നാട്ടിലും പള്ളിയിലും ഈദുൽ അദ്ഹയുടെ എല്ലാ അമലുകളും ഉണ്ടാകണം. ആ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലാകുന്ന ഉളുഹിയ്യ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സൂചിപ്പിച്ചു. നമ്മുടെ മഹല്ലിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉളുഹിയ്യത്തിന്റെ തയ്യാറെടുപ്പുകൾ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും, കഴിവുള്ള മുഴുവൻ ആളുകളും അതിൽ പങ്കാളികളാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.